OCDയിലെ ചില പ്രധാന വിഭാഗങ്ങളെയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തേത് വാഷേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് വാഷേഴ്സ്? നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കളോ അല്ലെങ്കിൽ വൃത്തിഹീനമായ എന്തെങ്കിലും പദാർത്ഥങ്ങളോ ഉണ്ട് എന്നുള്ള വിശ്വാസം കാരണം അല്ലെങ്കിൽ ചിന്ത കാരണം വീണ്ടും വീണ്ടും കൈ കഴുകുകയോ അല്ലെങ്കിൽ കുറേ സമയമെടുത്ത് വീണ്ടും വീണ്ടും കുളിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകാറുണ്ട്. ഇതിനെ വാഷേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന OCD ആയി പരിഗണിക്കുന്നു. മറ്റൊരു ചിന്തയാണ് എന്തെങ്കിലും അപകടം പതിയിരിപ്പുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരും എന്ന ചിന്ത. ഇത്തരം ചിന്തയിൽ വരുന്ന അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനായി നമ്മൾ ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാറുണ്ട്. അതായത് നമ്മൾ വീണ്ടും വീണ്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന അവസ്ഥ. ഇതിന് സാധാരണയായി പറയുന്ന പേര് ചെക്കേഴ്സ് എന്നാണ്. ചെക്കേഴ്സ് എന്ന ഈ അവസ്ഥയിൽ നമ്മൾ അടച്ച വാതിൽ വീണ്ടും വീണ്ടും പരിശോധിച്ച് അടച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത് ഒന്നാണ്. മറ്റൊരു അവസ്ഥയാണ് ഡൗട്ടേഴ്സ് അല്ലെങ്കിൽ സിന്നേഴ്സ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. ഇതിൽ വരുന്ന ചിന്തയാണ് വേണ്ട രീതിയിൽ ഞാനൊരു കാര്യം ചെയ്തില്ല എന്നുള്ള തോന്നൽ. ഇങ്ങനെ വേണ്ട രീതിയിൽ ഈ കാര്യം ചെയ്യാത്തത് കാരണം എന്തോ ഒരു വലിയ പ്രശ്നം വരാൻ പോകുന്നു എന്നുള്ള ചിന്തയാണ് ഇവർക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ ചെയ്ത കാര്യം വീണ്ടും വീണ്ടും വൃത്തിയായി മനസ്സിന് തോന്നുന്നത് വരെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് ഡൗട്ടേഴ്സ് അല്ലെങ്കിൽ സിന്നേഴ്സ് എന്നറിയപ്പെടുന്ന പ്രശ്നം. മറ്റൊന്നാണ് കൗണ്ടേഴ്സ് അല്ലെങ്കിൽ അറേഞ്ചേഴ്സ് എന്നറിയപ്പെടുന്നത്. ചില ആളുകൾ കൃത്യമായ രീതിയിൽ കൃത്യമായ ക്രമത്തിൽ ചില കാര്യങ്ങൾ അടുക്കിപ്പെറുക്കി വെക്കുന്നതായി കാണാം. ഇങ്ങനെ വച്ചില്ലെങ്കിൽ എന്തോ വലിയ ആപത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന ചിന്തയാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് കൃത്യമായി ക്രമമായി എല്ലാം അടുക്കി ഒതുക്കി വയ്ക്കുന്ന ഒരു സ്വഭാവം അവരിൽ വരുന്നത്. OCDയുടെ മറ്റൊരു വിഭാഗമാണ് ഹോർഡേഴ്സ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അതായത് തങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ സാധനങ്ങളും എടുത്തു വയ്ക്കുന്ന സ്വഭാവം. ഹോർഡേഴ്സിൽ സാധാരണ ആളുകൾ ചെയ്യുന്നത് തനിക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ പോലും എടുത്തു വയ്ക്കുന്ന ഒരു സ്വഭാവമാണ്. ആവശ്യമില്ലാത്തതാണെങ്കിൽ പോലും ഇത്തരം സാധനങ്ങൾ ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ കളഞ്ഞാൽ തനിക്ക് വലിയ ഒരു ആപത്ത് വരും, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വലിയ ആപത്തുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന ചിന്തയാണ് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. അവർ ഉപയോഗിച്ച സാധനങ്ങൾ പലപ്പോഴും കളയാതെ സൂക്ഷിച്ചു വെക്കുന്നതായി കാണാറുണ്ട്. ഇതും OCDയുടെ ഒരു വിഭാഗമാണ്. ഇങ്ങനെ OCDകൾ പലതരത്തിലാണെങ്കിലും ഇവയുടെ എല്ലാം പ്രധാന കാരണം എന്ന് പറയുന്നത് ഒബ്സസീവായ ചിന്തകളും അവയ്ക്കനുസരിച്ച് ചെയ്യുന്ന കമ്പൽസീവായ പ്രവൃത്തികളും തന്നെയാണ്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനെ കുറിച്ച് എത്രമാത്രം അറിവുകൾ സമ്പാദിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് OCD എന്ന ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എളുപ്പമായി തീരും. കൂടുതൽ അറിവുകൾ സമ്പാദിക്കാൻ ശ്രമിക്കുക, കൃത്യമായ ചികിത്സ തേടുക. നന്ദി, നമസ്കാരം.